നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. സമൃദ്ധമായ തലമുടിയിലും സമൃദ്ധമായ താടിയിലും ചില സമയത്ത് വയലറ്റ് കളർ ഡൈ ചെയ്തിട്ട്, ചില സമയത്ത് ഓറഞ്ച് കളർ ഡൈ ചെയ്തിട്ട്, ഒരിക്കലും മാച്ചാവുന്ന മുഖത്ത് മാച്ചാവുന്ന തരത്തിലല്ല കളർ അടിക്കുന്നത്. ആകർഷകമല്ലാത്ത ജുബ്ബയൊക്കെ ധരിച്ച് സിനിമാ ചടങ്ങുകൾക്ക് വല്ലപ്പോഴും വന്നു പോകുന്ന ഒരാളിനെ, ഇദ്ദേഹം ആരാണെന്ന് പല സിനിമാക്കാർക്കും സത്യത്തിൽ അറിയില്ല. ഇപ്പം നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ കല്യാണം വിളിച്ചിട്ടായിരിക്കും ഇദ്ദേഹം വരുന്നത്. പക്ഷേ അവിടെ നിൽക്കുന്ന സിനിമാ സമൂഹത്തിന് ഈ മനുഷ്യൻ ആരാണ് എന്നറിയില്ല. ഇവിടെ അത്രയും വയലറ്റ്, തല അത്രയും വയലറ്റ്, ഇവിടെ അത്രയും ഓറഞ്ച്, തല അത്രയും ഓറഞ്ച്, ഇതാര് എന്നിങ്ങനെ പലരും ചിന്തിക്കും. പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ആസാദ്, രാമചന്ദ്രൻ ബാബു മുതലായവരോടൊപ്പം പഠിച്ചിറങ്ങിയ കബീർ റാവുത്തർ എന്ന കിളിമാനൂരിലെ നിലവറക്കുഴിക്കാരനാണ് ഞാൻ ഈ പറഞ്ഞ വേഷഭൂഷാദികളിൽ വരുന്നത്. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗസ്റ്റ് ലെക്ചറായി ഇടയ്ക്കിടയ്ക്ക് ചെല്ലാറുള്ള ആളായിരുന്നു എം ടി വാസുദേവൻ നായർ. അദ്ദേഹം നിർമ്മാല്യം തുടങ്ങാൻ തീരുമാനിച്ചപ്പോൾ കബീർ വരുന്നോ എന്നോടൊപ്പം അസോസിയേറ്റ് ചെയ്യാൻ എന്ന് ചോദിച്ചു. ഞാൻ ഫിലിം ഡിവിഷന് വേണ്ടി ചില ഡോക്യുമെൻ്ററികൾ ചെയ്യുന്നുണ്ട്, എനിക്ക് വരാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞതിൻ്റെ പേരിലാണ് പകരം വന്ന കബീർ റാവുത്തറിന് പകരം വന്ന ആളാണ് എം ആസാദ്. അദ്ദേഹം പിന്നെ എം ഡിയുടെ സ്ക്രിപ്റ്റിൽ വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ ചെയ്തു, അതിനുശേഷം ആത്മഹത്യ ചെയ്തു. ലുബ്ന എന്നൊരു ഹിന്ദി സിനിമ കബീർ റാവുത്തർ ചെയ്തപ്പോൾ ലതാ മങ്കേഷ്കറും മുഹമ്മദ് റാഫിയൊക്കെ ആ സിനിമയിൽ പാടി. ഹിന്ദി സിനിമയായിരുന്നു. മക്കയിലും മദീനയിലും ചിത്രീകരിച്ച ലബേക്ക എന്ന മറ്റൊരു ചിത്രം കൂടി അദ്ദേഹം ഹിന്ദിയിൽ ചെയ്തു. മലയാളത്തിലെ അല്ലാഹു അക്ബർ സംവിധാനം ചെയ്യേണ്ടിയിരുന്നത് കബീർ റാവുത്തർ ആയിരുന്നു. പക്ഷേ സിനിമയിലെ കുട്ടിപ്പാരകൾ കൊണ്ട് ആ അവസരം നഷ്ടപ്പെട്ടു. കഥ പറയും കായൽ, ഇങ്ങനെയും ഒരാൾ, പറന്നുയരാൻ എന്നിവയാണ് അദ്ദേഹം മലയാളത്തിൽ ചെയ്ത 3 സിനിമകൾ. അതിൽ റഹ്മാനും മഹാലക്ഷ്മിയും പ്രധാന വേഷങ്ങൾ ചെയ്ത പറന്നുയരാൻ എന്ന് പറഞ്ഞ സിനിമ പൂർത്തിയായിട്ട് പോലും തിയേറ്ററിലും എത്തിയില്ല. ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡിപ്ലോമ ഫിലിം കബീർ റാവുത്തർ സംവിധാനം ചെയ്യുമ്പോൾ അവിടെ അഭിനയം പഠിക്കുന്ന രവി മേനോനെ നായകനാക്കിയാണ് ചെയ്തത്. ഈ ഫിലിം കണ്ടിട്ടാണ് നിർമ്മാല്യത്തിലെ രവി മേനോൻ്റെ വേഷം എം ടി വാസുദേവൻ നായർ കൊടുക്കുന്നത്. ഫിലിം ഡിവിഷനും KSFDCക്കും വേണ്ടി നിരവധി ഡോക്യുമെൻ്ററികൾ കബീർ റാവുത്തർ സംവിധാനം ചെയ്തു. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പഠിച്ചിറങ്ങിയിട്ട് അതിൻ്റേതായ പേരും പെരുമയും നേടാനാകാതെ പോയ നിരാശയിൽ റാവുത്തർ സിനിമ ഗാന നിരൂപണമൊക്കെ നടത്തുന്ന മാതൃഭൂമിയിലുണ്ടായിരുന്ന രവിമേനോനുണ്ടല്ലോ, രവിമേനോനുമായിട്ട് നടത്തുന്ന ഒരു വലിയ അഭിമുഖമുണ്ട്. കഴിയുമെങ്കിൽ നിങ്ങൾ തപ്പിയെടുത്ത് വായിക്കണം. അതിൽ അദ്ദേഹം പറയുന്ന ഒരു വാചകമുണ്ട്: സിനിമ എൻ്റെ നിത്യ കാമുകയാണ്. തിരിച്ചടികൾക്കും പരാജയങ്ങൾക്കും തകർക്കാൻ കഴിയാത്തതാണ് ആ പ്രണയബന്ധം. സിനിമയല്ലാതെ എനിക്കൊരു ജീവിതവുമില്ല എന്നാണ് രവിമേനോനോട് അദ്ദേഹം പറഞ്ഞത്. ഫേമസ് സ്റ്റുഡിയോയിൽ റെക്കോർഡിങ്ങിനായി മുഹമ്മദ് റാഫി, അദ്ദേഹം പറയുന്നു മുഹമ്മദ് റാഫി സാഹിബ് എന്നാണ് പറയുന്നത്, വന്നതും മേരി നിഗാഹിനെ എന്ന് പറഞ്ഞ പാട്ട് റാഫി സാഹിബ് പാടിയപ്പോൾ കേട്ടുകൊണ്ടിരുന്ന കൺസോളിലിരുന്ന കബീർ റാവുത്തർക്ക് എന്തുകൊണ്ടോ റാഫിയുടെ ശബ്ദത്തിൽ നിന്ന് വരുന്ന ഒരു മനോഹരമായ പാട്ടായിട്ട് തോന്നിയില്ല. അദ്ദേഹം സംഗീത സംവിധായകൻ മാനസിനോട് ഒന്നുകൂടി പാടണമെന്ന് മുഹമ്മദ് റാഫിയോട് പറയാൻ പറഞ്ഞു. പക്ഷേ മാനസിന് അതിനുള്ള ധൈര്യമില്ല പറയാൻ. റാവുത്തർ തന്നെ പറഞ്ഞു, ഒരു പൊട്ടിച്ചിരിയോടെ, ഓ ഇതാണോ കാര്യം എന്ന് ചോദിച്ചിട്ട് റാഫി സാഹിബ് വീണ്ടും പാടി മനോഹരമാക്കിയ ഗാനം. 1967 പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ റാവുത്തറോടൊപ്പം പഠിച്ചവരായിരുന്നു ജോൺ അബ്രഹാം, ശത്രുഘ്ൻ സിൻഹ, നസറുദ്ദീൻ ഷാ, ജയബാദുരി, ഡാനി, രവിമേനോൻ, KG ജോർജ്, രാമേന്ദ്രബാബു, GS പണിക്കർ, അനിൽ ധവാൻ, രാകേഷ് റോഷൻ മുതലായവർ. എല്ലാവരും ശ്രദ്ധേയരായി. എന്തുകൊണ്ടോ കബീർ റാവുത്തർ മാത്രം വിചാരിച്ച തലത്തിലെത്തിയില്ല. കബീർ റാവുത്തർ പ്രശസ്ത നിർമ്മാതാവായ BR ചോപ്ര അടക്കമുള്ളവരുടെ ചതിയിൽ വീണുപോയ ഹതഭാഗ്യനായിരുന്നു ഈ സിനിമാക്കാരൻ എന്ന് പറയാം. 2 ഭാര്യമാർ, ലത്തീഫ, ഐഷ ബീവി. മക്കൾ 3 പെൺകുട്ടികളാണ്, റോസിയ, റാസിയ, റംസിയ.
സാംസ്കാരിക ക്ഷേമനിധിയുടെ പെൻഷൻ അദ്ദേഹത്തിന് കിട്ടുമായിരുന്നു. ആ 4000 രൂപ മുടങ്ങുമ്പോൾ അത് അദ്ദേഹത്തിന് വലിയ ആശ്വാസമായിരുന്നു. 4000 രൂപ മുടങ്ങുമ്പോൾ അദ്ദേഹം എന്നെ വിളിക്കും. ഞാനിത് ക്യാമറയുടെ മുന്നിൽ സംസാരിക്കുമ്പോൾ പോലും എൻ്റെ കാതിലത് മുഴങ്ങുന്നു. ദിനേശേ, പൈസ വന്നില്ലല്ലോ ഈ മാസം, അല്പം ടൈറ്റാണ്. അപ്പോൾ 5 വർഷക്കാലം പി ശിവകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സാംസ്കാരിക ക്ഷേമനിധി ബോർഡിലെ ഒരു ഡയറക്ടറായിരുന്നു ഞാൻ. ആ 5 വർഷക്കാലം ഒരു ദിവസവും പെൻഷൻ മുടങ്ങിയിട്ടില്ല. 28-ാം തീയതി എന്നുണ്ടെങ്കിൽ എല്ലാവരുടെ അക്കൗണ്ടിൽ ചെല്ലുമായിരുന്നു. ഇപ്പോൾ മധുപാലായ ശേഷമാണ് ഈ ഇടയ്ക്കിടയ്ക്ക് മുടങ്ങുന്നത്. എനിക്ക് മധുപാലിനോട് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം മധുപാൽ വിചാരിക്കും ആ സീറ്റ് എനിക്ക് കിട്ടാത്തതിൻ്റെ കൊതിക്കറുകൊണ്ട് ദിനേശ് ചുമ്മാ പറഞ്ഞതെന്ന് വിചാരിക്കും. പക്ഷേ കബീർ റാവുത്തറടക്കം ഒരുപാട് പേര് എന്നെ വിളിച്ച് സംസാരിക്കുമായിരുന്നു. നല്ല സിനിമകൾ സ്വപ്നം കണ്ട് അത് ചെയ്യാനാകാതെ വേദനിച്ചു മരിച്ച ആ കലാകാരന് ഇന്നലെയാണ് അദ്ദേഹം മരിച്ചത്. ഇവിടെ ഫാസിനഗർ, ഉള്ളൂർ ഫാസിനഗർ എന്ന് പറഞ്ഞിടത്തായിരുന്നു. അവിടുന്ന് കിളിമാനിലേക്ക് കൊണ്ടുപോയി. ആ വലിയ മനുഷ്യന്, ആർക്കും ദ്രോഹം ചെയ്യാതെ ജീവിച്ച ആ വലിയ മനുഷ്യൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരാം. പണ്ടുള്ളവർ പറയും, പാല് കൊടുത്ത കൈക്ക് കൊത്തുന്ന ചില ഐറ്റംസുകളുണ്ടെന്ന് പാമ്പുകളിൽ. എല്ലാ പാമ്പും കൊത്തില്ല, പക്ഷെ ചില പാമ്പുകൾ പാല് കൊടുക്കുന്ന കൈ തന്നെ കൊത്തും എന്നാണ് പറയുന്നത്. കൊത്തുമെന്ന് പറഞ്ഞു കൊടുത്താലും ചിലർ പാല് കൊടുത്ത് വളർത്തും. ഈ പാമ്പിന് കൊടുക്കരുത് കേട്ടോ, ഇത് കൊത്തും എന്ന് പറഞ്ഞു കൊടുത്താലും ചിലർ ഈ കൊത്തുന്ന പാമ്പിനെ തന്നെ വളർത്തും. സൗകര്യം കിട്ടുമ്പോൾ നല്ല ഒരു കൊത്തും കൊടുത്തിട്ട് അങ്ങ് പോകും. 9 വർഷം പിന്നിടുന്ന പിണറായി സർക്കാർ സിനിമാക്കാർക്കായി, സിനിമയ്ക്കായി എന്ത് നല്ല കാര്യം ചെയ്തു എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഒരു ചുക്കും ചെയ്തില്ല എന്നേ പറയും. എൻ്റെ പാർട്ടിയാണ് ഭരിക്കുന്നതെങ്കിലും 9 വർഷം കൊണ്ട് മലയാള സിനിമയ്ക്ക് വേണ്ടി. സാംസ്കാരിക വകുപ്പ് മന്ത്രി 5 വർഷം AK ബാലനായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ 4 വർഷം കഴിഞ്ഞിട്ട് സജി ചെറിയാനാണ്. മുഖ്യമന്ത്രി 2 ടൈമിലും പിണറായി വിജയനാണ്. പക്ഷേ സിനിമാക്കാർക്ക് വേണ്ടി എന്ത് ചെയ്തിട്ട് ഒരു ചുക്കും ചെയ്തില്ല എന്നേ ഞാൻ പറയൂ. വർഷങ്ങളായി സിനിമാക്കാർ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് സിനിമയ്ക്കുള്ള സബ്സിഡി 10 ലക്ഷം രൂപയാക്കണമെന്ന്. 100 കോടി ചെലവിടുന്ന പടത്തിന് 10 ലക്ഷം എന്നത് ചിലപ്പോൾ ഒരു പ്രശ്നമേ ആയിരിക്കില്ല. ഒരു ദിവസത്തെ ഷൂട്ടിംഗ് ചിലവിന് ഞങ്ങൾ 15 ലക്ഷവും 16 ലക്ഷവും ഒക്കെ ചിലവാക്കുന്നു എന്ന് ചിലപ്പോൾ അവർ ഈ 10 ലക്ഷം ആക്കുന്ന സബ്സിഡിയെക്കുറിച്ച് സംസാരിച്ചാൽ പുച്ഛത്തോടെ പറയും. അതുകൊണ്ടാണല്ലോ ഈ പറയുന്ന 100-150 കോടിക്ക് എടുക്കുന്ന ഒരു സിനിമയുടെയും ഒരു ഷോട്ട് എടുക്കാനും ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലേക്ക് അവർ വരാറില്ല, തിരിഞ്ഞു നോക്കില്ല. എന്നാൽ തട്ടിമുട്ടി നല്ല സിനിമകൾ എടുക്കുന്നവർക്ക്, കേരളത്തിൽ ചിത്രീകരിക്കുന്നവർക്ക്, ചിത്രാഞ്ജലിയുടെ ക്യാമറയും ലൈറ്റും സ്റ്റുഡിയോയും ഉപയോഗിക്കുന്നവർക്ക് ഇപ്പോൾ നൽകുന്ന 2 ലക്ഷം രൂപ എന്നുള്ള പിച്ചക്കാശിന് പകരം സബ്സിഡിയായി 10 ലക്ഷമാക്കിയാൽ വലിയ ആശ്വാസമായിരിക്കും അവർക്ക്. കാരണം 50 ലക്ഷത്തിനും 1 കോടിക്കുമൊക്കെ എടുക്കുന്ന കൊച്ചു പടങ്ങൾക്ക് 10 ലക്ഷം കിട്ടിയാൽ ആ സ്റ്റുഡിയോയുടെയും ലൈറ്റിൻ്റെയും ക്യാമറയുടെയും ലാബിൻ്റെയും എല്ലാം കൂടി പൈസ അതിൽ തീരുമല്ലോ. പക്ഷേ ആക്കില്ല. തോമസ് ഐസക്ക് ധനകാര്യമന്ത്രിയായിരുന്ന കാലം തൊട്ട് സിനിമാക്കാർ ചോദിക്കുന്നതാണിത്. സിനിമാക്കാരനായ സിനിമാ മന്ത്രിയായിരുന്ന ഗണേശൻ വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ പോലും ഈ സബ്സിഡിയെക്കുറിച്ച് ചിന്തിച്ചേയില്ല. ഗണേശൻ ചെയ്തില്ലെങ്കിൽ പിന്നെ സജി ചെറിയാൻ ചെയ്യുമോ? ഇല്ല. സിനിമ വ്യവസായമായിട്ട് അംഗീകരിക്കണം എന്നും നിർമ്മാതാക്കൾ ഒരുപാട് കാലമായി പറയുന്നു. സിനിമ വ്യവസായമായിട്ട് അംഗീകരിച്ചാൽ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ എളുപ്പമാണ്. പക്ഷേ അതും ചെയ്യില്ല. ചിത്രാഞ്ജലിയിലേക്ക് കയറിപ്പോകുന്ന, വളവ് തിരിഞ്ഞു പോകുന്ന ഭാഗത്ത് മനോഹരമായ സ്ഥലമാണ്. അവിടെ നോക്കിയാൽ കണ്ണത്താ ദൂരത്ത് കടൽ കാണാൻ. രാത്രിക്ക് എന്ത് രസമാണെന്നറിയാം. അപ്പോൾ ആ ഭാഗത്തെ കുന്നിൻ ചരിവിൽ ഇപ്പോൾ പട്ടി പെറ്റി കിടക്കുകയും പെരിച്ചാഴി ഓടി നടക്കുകയും പാമ്പുകൾ മുട്ടയിടുകയൊക്കെ ചെയ്യുന്ന സ്ഥലം മാത്രമായിട്ട് കിടക്കുന്ന ഒരു ഏരിയയാണത്. ആ സ്ഥലത്ത് ഒരു ഫ്ലാറ്റ് സമുച്ചയം പണിതിട്ട് സിനിമയിൽ വർഷങ്ങളോളം കഷ്ടപ്പെട്ടിട്ടും കയറി കിടക്കാൻ ഒരു വീടില്ലാത്ത എന്നെ പോലെയുള്ളവർക്ക് ചെറിയ ഗഡുക്കളായി അടയ്ക്കാവുന്ന ഒരു സംരംഭം ഹൗസിംഗ് ബോർഡുമായിട്ട് ചേർന്ന് പണിയുമോ എന്ന് വെച്ചാൽ പണിയില്ല. ഈസിയായിട്ട് ചെയ്യാവുന്നതാണ്. എത്രയോ സിനിമാക്കാർ വാടക വീടുകളിൽ കഴിയുന്നു. നമ്മൾ സിനിമാക്കാരെന്ന് പറയുമ്പോൾ 1000-1500 കോടി സ്വന്തമായിട്ടുള്ള വീട്ടിൽ വർഷാപ്പ് പോലെ 20-25 കാറുകൾ നിരത്തിയിടുന്ന, ദുബായിൽ ലോകത്തെ ഏറ്റവും വലിയ കെട്ടിടത്തിൻ്റെ മുകളിലത്തെ 6 ഫ്ലാറ്റ് എൻ്റേതാണെന്ന് അഹങ്കരിക്കുന്ന, മഴയത്ത് വെള്ളം കയറുന്നിടത്ത് ലംബോഗിനി പോകാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്ന അവരുടെ കഥകളെ നമുക്കറിയാവൂ. പക്ഷേ കയറി കിടക്കാടമില്ലാത്ത, വാടക കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത എത്രയോ പേര് മലയാള സിനിമയിലുണ്ട്. അവർക്കായിട്ട് ഹൗസിംഗ് ബോർഡുമായിട്ട് ചേർന്ന് ഒരു ഫ്ലാറ്റ് സമുച്ചയം നിർമ്മിക്കാൻ ഇവർക്ക് ആർക്കും തോന്നുന്നില്ല. കാരണം ഇവിടെ പത്രക്കാർക്ക് അത്തരം ഫ്ലാറ്റുകളുണ്ട്, സമുച്ചയം വില്ലകളുണ്ട്, ഇതൊക്കെ കൊടുക്കും. പിന്നെ പാവങ്ങളെ പറയണ്ടല്ലോ,
മത്സ്യത്തൊഴിലാളികളടക്കം ഒരുപാട് എല്ലാ വിഭാഗക്കാർക്കും ഇവിടെ വീടുണ്ട്. പക്ഷേ സിനിമാക്കാരിൽ വീടില്ലാത്തവന് ഒരു വീടിൻ്റെ ഒരു പദ്ധതി നടപ്പിലാക്കണമെന്ന് മാറി മാറി വന്ന ഒരു സർക്കാരിനും തോന്നിയിട്ടില്ല, സിനിമാക്കാരൊട്ട് പറയുകയില്ല. ഇപ്പോൾ ഫിഫ്കയുടെ നേതാവായ ബി ഉണ്ണികൃഷ്ണൻ വീടില്ലാത്ത എൻ്റെ വിഷമം അറിയണോ? അറിയേണ്ട കാര്യമില്ല. സിബിമലയിലിന് അറിയണോ? അറിയണ്ട. ഇപ്പുറത്തിരിക്കുന്ന രാകേഷിനോ രഞ്ജിത്തിനോ പോലുള്ള പ്രൊഡ്യൂസേഴ്സിനെ അറിയണോ? അറിയണ്ട. കാരണം അവരൊക്കെ കോടികളുണ്ടാക്കി രമ്യഹർമ്മ്യങ്ങളിൽ ജീവിക്കുന്നവരല്ലേ. ഇപ്പോൾ അപ്പുറത്ത് അമ്മയുടെ തലപ്പത്തിരിക്കുന്ന മോഹൻലാലിന് എത്ര വീടുണ്ടെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയില്ലായിരിക്കുമല്ലോ, എത്ര ഫ്ലാറ്റ് ഉണ്ടെന്ന്. അപ്പോൾ അദ്ദേഹം അതിൽ അഭിനയിക്കുന്ന വീടില്ലാത്തവരെക്കുറിച്ച്, ശാന്തകുമാരിമാരെക്കുറിച്ച് ഓർക്കുമോ? ഓർക്കില്ല. അതാണ് പ്രശ്നം. ഞാൻ പറഞ്ഞു വന്നപ്പോൾ വിഷയം മാറിപ്പോയി എന്ന് തോന്നുന്നു. പാല് കൊടുത്ത കയ്യിൽ കൊത്തുന്ന കഥയാണല്ലോ പറയാൻ വന്നത്. നടിയെ ആക്രമിച്ച കേസ് വന്നു. പ്രതികൾ 7 പേരെ പിടിച്ച് അകത്തിട്ടപ്പോൾ എന്തോ ഒരു കുറവ് പോലെ. ചെങ്കച്ചുളയിൽ ഒരു സിനിമയുടെ ചിത്രീകരണം നടക്കുകയാണ് അക്കാലത്ത്. ഒരു ദിവസം അവിടെ വൈകുന്നേരം ഒരു കാർ വന്ന് ആരെയോ കൊണ്ടുപോകാൻ കാത്തുകിടന്നു. എന്നോടൊരാൾ പറഞ്ഞ ദൃക്സാക്ഷി വിവരണമാണ് ഞാൻ പറയുന്നത്. ഒരു കാർ വന്ന് വെയിറ്റ് ചെയ്ത് കിടക്കുകയാണ്, ഒരു വില കൂടിയ കാർ അവിടെ നിന്ന് ആരെയോ കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ആ ചെങ്കച്ചുള്ളിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന വീട്ടു ജോലിക്ക് പോകുന്ന ഒരു ക്യാരക്ടർ ചെയ്യുന്ന നായിക ഒരു 6 മണിയായപ്പോൾ മേക്കപ്പൊക്കെ കഴിച്ച് വന്ന് ഈ കാത്തുകിടന്ന കാറിൽ കയറിപ്പോയി. ആ കാറ് സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ സെക്രട്ടറിയുടെ മരുതുംകുഴിയിലുള്ള വീട്ടിലേക്കാണ് പോയത്. അവിടെ സെക്രട്ടറി നടിയെ കാത്തിരിക്കുകയാണ്. കുറേ നേരം സംസാരിച്ചു, ജ്യൂസൊക്കെ കുടിച്ച് നടി മടങ്ങി. പിറ്റേ ദിവസം രാവിലെ ഗോപാലകൃഷ്ണൻ എന്ന് വിളിച്ച് നമ്മൾ കളിയാക്കുന്ന ദിലീപ് ഒരു ശിവക്ഷേത്രത്തിൽ കുളിച്ച് തൊഴുത് പാളയങ്ങളും കുറിയൊക്കെ ഇട്ട് ശിവൻ്റെ കുശലമൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ആലുവ പോലീസ് ക്ലബ്ബിൽ നിന്ന് ഒരു ഫോൺ വരുന്നു. ദിലീപ് സാറേ, നിങ്ങളൊരു പരാതി ഞങ്ങൾക്ക് തന്നിട്ടില്ലേ? ഉണ്ട്. അതിൽ ചില സംശയങ്ങൾ ഞങ്ങളുടെ മാഡത്തിന് ഒന്ന് തീർക്കണം. ഒന്ന് ഇത്രയിടം വരെ വരുമോ എന്ന് ചോദിച്ചു. എപ്പോൾ? ഇപ്പോൾ ഉച്ച കഴിഞ്ഞ് മാഡം തലസ്ഥാനത്തേക്ക് പോവുകയാണ്. അപ്പോൾ അതിനു മുമ്പേ താങ്കളുടെ സംശയങ്ങൾ താങ്കൾ പറഞ്ഞു കൊടുത്താൽ അത് തീർത്തിട്ട് അങ്ങ് വിടാം. വരാം, ഇപ്പം തന്നെ വരാം എന്നായി ദിലീപ്. സ്വന്തമായി വക്കീലുള്ള ദിലീപ് അങ്ങേരോട് പോലും ചോദിക്കാതെ ചെന്ന് കയറി കൊടുത്തു, പിടിച്ച് 86 ദിവസം അകത്തിട്ടു. അന്നത്തെ ആ മഴയത്ത് കിളിർത്ത തകരയാണല്ലോ ഇവിടുത്തെ തലയിൽ കണ്ണട വെച്ച വനിതാ സംഘടന. ദിലീപിനെ പിടിച്ച് അകത്തിട്ടതോടുകൂടിയാണല്ലോ ഇവിടെ ഒരു സാംസ്കാരിക സംഘടന സ്ത്രീകൾക്ക് വേണ്ടി, ഉന്നമനത്തിന് വേണ്ടി എന്നൊക്കെ പറഞ്ഞ് തലയിൽ കണ്ണട വെച്ച് തുടങ്ങിയത്. അതിനെ ഒരു കൂട്ടായ്മ എന്നൊക്കെയാണ് അവർ പറയുന്നത്. മുഖ്യമന്ത്രി ഈ തലയിൽ കണ്ണട വെച്ചവരെ പൂവിട്ട് പൂജിച്ചു അല്ലെങ്കിൽ സ്വീകരിച്ചു എന്ന് പറയാം. നിങ്ങളാണ് മലയാള സിനിമ എന്ന് അദ്ദേഹം അങ്ങ് തീരുമാനിച്ചു. പറയൂ, ഞാൻ എന്താ ചെയ്തു തരേണ്ടത്? ടെൽമി എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. ഇവരെന്തൊക്കെയോ ഏഷണികൾ പറഞ്ഞു കൊടുത്തു. പറഞ്ഞതെല്ലാം മുഖ്യമന്ത്രി കേട്ടിരിക്കുകയല്ല, പ്രാവർത്തികമാക്കി കൊടുത്തു. അതിൽ ഒന്നാണ് ഹേമ കമ്മിറ്റി. നുണയന്മാരും നുണച്ചുകളും പോയി തങ്ങൾക്കിഷ്ടമില്ലാത്തവന്മാരെയും ഊളകളെന്ന് വിളിക്കുന്നവരെയൊക്കെ പേരിൽ ഹേമ കമ്മിറ്റിക്ക് മൊഴി കൊടുത്തു. ഇവരുടെ പരാതികൾ, പരിഭവങ്ങൾ, ആവലാതികൾ, പരിമിതികൾ ഒക്കെ കേട്ട ശാരദാമ്മയും ജസ്റ്റിസ് ഹേമയും പിന്നെ ഒരു IAS കാരിയുടെ ഉണ്ടായിരുന്നല്ലോ, റിട്ടയർഡ്. അവർ 3 പേരും ഇത് കേട്ടെങ്കിൽ പോലും അതിൽ ശാരദാമ്മയുടെ മനസ്സിലെങ്കിലും അവർ പറഞ്ഞു കാണും, കള്ളികളെ 10-40 വർഷം ഞാൻ സിനിമയിൽ ജീവിച്ചവളാണ്, ദൈവം പൊറുക്കാത്ത കഥകളാണല്ലോ നീയൊക്കെ പറയുന്നതെന്ന് തീർച്ചയായിട്ടും ശാരദാമ്മയുടെ മനസ്സ് പറഞ്ഞിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഒരു സിനിമാക്കാരൻ എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുണ്ടോ അതൊക്കെ ജീവിതപ്രദം പോലെ ചെയ്യുന്ന ഒരു മഹാൻ 3 തവണയൊക്കെയാണ് ഈ ഹേമ കമ്മിറ്റിക്ക് മൊഴി കൊടുക്കാൻ പറന്നെത്തിയത്. ഞാനടക്കം ബഹുമാനിച്ചിരുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ വരെ സിനിമയിൽ കുളിപ്പിച്ച് കിടത്തിയവനാണ് ഈ വന്നിരുന്ന് വ്യക്തിഹത്യ നടത്തുന്ന ഗോസിപ്പ് കഥകൾ പറയുന്നതെന്ന് ഈ ഹേമ കമ്മിറ്റിയിലെ 3 മനസ്സിലായില്ല. കാരണം ഇതൊക്കെ പടലപ്പിണക്കം കാരണം പറയുന്ന നുണകളാണ്, വ്യക്തിഹത്യയാണെന്ന് അവർക്ക് ബോധ്യമായില്ല എന്ന് എനിക്ക് തോന്നുന്നു. ചിലപ്പോൾ ശാരദാമ്മയ്ക്ക് മനസ്സിലായി കാണും. അവർ പിന്നെ നിശബ്ദയായിരുന്നു കാണും. ഇവന്മാരും ഇവളുമാരും പറഞ്ഞ കഥകൾ വെച്ച് 3 കമ്മിറ്റി ഒരു ഫയലുണ്ടാക്കി മുഖ്യമന്ത്രിക്ക് നൽകി. 1.25 കോടി രൂപ, 1,88,00,000 രൂപ എന്തോ സ്വാഹ ആയിപ്പോയല്ലോ. നുണക്കഥകളിൽ നിന്ന് കേട്ടത് വച്ച് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളിൽ മൊഴി കൊടുക്കാത്തവർക്ക് കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും സർക്കാർ ഇവർ പറഞ്ഞ കഥകളെല്ലാം വെച്ച് ആ ഫയലിൽ നിന്ന് ഹേമ കമ്മിറ്റി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കുറേ പേരിൽ അങ്ങോട്ട് കേസ് ഫയൽ ചെയ്തു. എന്നിട്ട് പറഞ്ഞു, വാ വന്ന് മൊഴിതാ. ഞങ്ങൾ മൊഴി തരില്ല, ഞങ്ങൾ നുണ പറയേ ഉള്ളൂ, മൊഴിയൊന്നും തരില്ല
എന്നായി. അപ്പോൾ പിന്നെ പോലീസിന് അല്ലെങ്കിൽ ഭരണകർത്താക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? 35 കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തിരുന്നു. അതിൽ 21 നേരത്തെ തന്നെ ഒഴിവാക്കി. അത് കേസുകളാണെന്ന് മനസ്സിലായി, പോലീസിന് മനസ്സിലായപ്പോൾ ഒഴിവാക്കി. ഇപ്പോൾ 14 കൂടി അവസാനിപ്പിച്ച് കോടതി കൊടുക്കാൻ തീരുമാനിച്ചു. അതോടുകൂടി അതെല്ലാം തീരും. ഈ ഹേമ കമ്മിറ്റി കൊടുത്ത നുണകളെല്ലാം പൊളിയും അതോടെ. ഇതറിഞ്ഞ ഉടൻ തലയിൽ കണ്ണട വെച്ച സംഘടനാ നേതാക്കളിൽ ഒരാൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കിനി കമ്മിറ്റി രൂപവത്കരിക്കാൻ കാരണമായ യാഥാർത്ഥ്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാമല്ലോ അല്ലേ എന്നാണ് ഈ കന്നഡക്കാരി ചോദിക്കുന്നത്. വലിയ ധൃതിയൊന്നുമില്ല മുഖ്യമന്ത്രി, റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് 5 വർഷമല്ലേ ആയുള്ളൂ എന്നാണ് മുഖ്യമന്ത്രിക്കിട്ടൊരു താങ്ങിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ആക്കാക്കിയിരിക്കുന്നത് എന്ന് പറയാം. ഇവർ ഈ ഫേസ്ബുക്കിലൂടെയാണല്ലോ ജീവിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് ഇത്രയെങ്കിലും കിട്ടണം, അത്രയ്ക്ക് തലയിൽ എടുത്തു വെച്ച ആളാണ് അദ്ദേഹം. ഈ കൂട്ടങ്ങളെ എടുത്ത് തലയിൽ വെച്ച ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇത്രയും കിട്ടണം. സിനിമയിൽ അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രിയെ തന്നെ ഇവർക്കായി വെറുപ്പിച്ച മുഖ്യമന്ത്രിക്ക് ഇത് തന്നെ കിട്ടണം എന്ന് ഞാൻ പറയും. ഇനി എന്താണ് മുഖ്യമന്ത്രിയെ ഊളെ എന്ന് വിളിക്കുന്നതെന്ന് മാത്രമേ നമ്മൾ അറിയാനുള്ളൂ. കാരണം ഇവർ ഉത്തരം മുട്ടുമ്പോൾ ആരെയായാലും, ബി ഉണ്ണികൃഷ്ണനായാലും സി ബി മലയിലിനായാലും ഇനി ലോകത്തുള്ള ഏത് സിനിമാക്കാരനായാലും ഊള എന്നേ വിളിക്കൂ. അപ്പോൾ ഏത് സമയത്തും ഈ തലയിൽ കന്നഡ വച്ചയിൽ സംഘടനയിലെ നേതാക്കൾ മുഖ്യമന്ത്രിയെ ഊള എന്ന് വിളിക്കുന്നത് എന്താണെന്ന് നമുക്ക് കാത്തിരിക്കാം. കാരണം ഇവർ വിളിക്കും എന്നുള്ളത് 3.5 തരം. WCC രൂപീകരിക്കുമ്പോൾ അതിലെ തീപ്പൊരി നേതാവായിരുന്ന സംവിധായിക വിധു വിൻസെൻ്റ് ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞത്, വിമർശനങ്ങൾ എല്ലാ കാലത്തും നല്ലതാണ്, പക്ഷേ താരങ്ങളാണ് എന്നുള്ള ബലത്തിൽ കാടടച്ച് വെടിവെക്കരുത്, അത് ശരിയല്ല എന്നാണ് ഒരു കാലത്ത് WCCയുടെ തീപ്പൊരി നേതാവായിരുന്ന വിധു വിൻസെൻ്റ് പറയുന്നത്. അല്പസ്വല്പം വസ്തുതകൾ മനസ്സിലാക്കിയിട്ട് വിമർശിച്ചാൽ ആ വിമർശനത്തിന് ബലമുണ്ടാവും. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ഈ ശിരോകണ്ണടധാരികൾ മൊഴികൾ നൽകിയിട്ട് അതിൽ ഉറച്ചു നിൽക്കാതെയും പിൻവലിഞ്ഞിട്ടും സഹകരണവും സാക്ഷ്യവും നൽകിയാലല്ലേ കേസ് നിലനിൽക്കൂ എന്ന ബാലപാഠം പോലും അറിയാതെ മുഖ്യമന്ത്രിയെ ആക്കുന്ന രീതിയിൽ പോസ്റ്റിട്ട് സംതൃപ്തി അടയുകയാണ് ഇപ്പോൾ ഈ തലയിൽ കണ്ണട വച്ച സംഘടന. വിധു വിൻസെൻ്റ് ആ കുറിപ്പ് എനിക്ക് വലിയ ഇഷ്ടം തോന്നി. അടുത്തത് ഹതഭാഗ്യനായ ഷൈൻ ടോം ചാക്കയെക്കുറിച്ചാണ്. 3-4 ദിവസം മുമ്പ് സുജിത് എസ് നായർ എന്ന് പറയുന്ന സംവിധായകൻ എന്നെ വിളിച്ചു. സുജിത് എസ് നായരെ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് അറിയില്ല. നമ്മളുടെ കയ്യിൽ 2 സ്റ്റോറി പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ അംഗം അട്ടഹാസം എന്ന് പറഞ്ഞൊരു സിനിമ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സുജിത്ത്. ആ സിനിമയിൽ ഒരു നിർണായകമായ വേഷം ചെയ്യുന്നത് ഷൈൻ ടോം ചാക്കയാണ്. അപ്പോൾ എന്നെ സുജിത്ത് വിളിച്ചത് വീഡിയോ കോളിലായിരുന്നു. വാട്സാപ്പ് കോളുകൾ പരമാവധി എടുക്കാത്ത ഒരു സ്വഭാവക്കാരനാണ് ഞാൻ. എന്തുകൊണ്ടോ എനിക്ക് വാട്സാപ്പിൽ വിളിക്കുന്നവരെ, അത് വീഡിയോ കോൾ വിളിക്കുന്നതായാലും ശരി, ഓഡിയോ കോൾ വിളിക്കുന്നതായാലും ശരി, ഞാൻ എടുക്കില്ല. കാരണം എന്നെ വിശ്വാസമുള്ളവരാണെങ്കിൽ നേരിട്ട് സ്ട്രൈറ്റ് വിളിക്കണം. അതാണ് എൻ്റെ പോളിസി. ഞാൻ ആരെയും വീഡിയോ കോൾ വിളിക്കാറുമില്ല. സുജിത്ത് ആയതിനാൽ ഞാനത് എടുത്തു. എവിടെയുണ്ട് ചേട്ടാ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വീട്ടിലാണ് സുജിത്ത്, എന്താ പറ, ഞാനൊരാൾക്ക് കൊടുക്കാം എന്ന് പറഞ്ഞ് സുജിത്ത് ഫോണ് വേറൊരാളിന് കൈമാറി. സത്യം പറഞ്ഞാൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മുഖമാണ് അപ്പോൾ സ്ക്രീനിൽ വന്നത്. സാക്ഷാൽ ഷൈൻ ടോം ചാക്കോ. അലസമായ കുറ്റിത്താടിയിൽ അവിടെ നരയുടെ ലക്ഷണങ്ങൾ. അയാൾക്കുണ്ടായിരുന്ന ഒരു എനർജറ്റിക്കായ ഒരാളായിരുന്നല്ലോ, പക്ഷേ അതൊക്കെ പോയിട്ട് അത് ചോർന്നു പോയതുപോലെ എനിക്ക് തോന്നി. ആൻറ്റി നാർക്കോട്ടിക് വിങ്ങിൻ്റെയും പത്രക്കാരുടെയും ക്രൂരമായ ടോർച്ചറിങ് കുറേ നാളായി ഈ മനുഷ്യൻ അനുഭവിക്കുകയാണല്ലോ. അത് മുഴുവൻ ആ മുഖത്ത് കാണാനുണ്ടായിരുന്നു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഷൈൻ ടോം ചാക്കയുമായി സംസാരിക്കേണ്ടി വരും എന്നത്. വല്ലാതെ ക്ഷീണിതനാണല്ലോ ഷൈൻ. ഒരു അഭിനേതാവിൻ്റെ ടൂള് സ്വന്തം ശരീരമാണ്, ശ്രദ്ധിക്കണം, തെറ്റുപറ്റാത്തവർ ആരുമില്ല എന്നൊക്കെ, അത് തിരുത്തുന്നവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നൊക്കെ ഞാൻ എന്തൊക്കെയോ, എനിക്ക് നഷ്ടമില്ലാത്ത കാര്യമല്ലേ, കുറേ ഉപദേശം ഷൈനിന് കൊടുത്തു. തെറ്റുപറ്റിയവനാണ് ഷൈൻ പറയുകയാണ്. തിരുത്താനുള്ള യാത്രയിലാണ് ഞാൻ മനസ്സിൽ ചിന്തിക്കാത്ത ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ പോലും എന്നെ കരുവാക്കുന്നു. എല്ലാം മാറി വരും ഷൈൻ, ഇനി തെറ്റിലേക്ക് പോകരുത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആ കോളങ്ങ് കട്ട് ചെയ്തു. ശരിക്കും എനിക്ക് പാവം തോന്നി ഷൈൻ ടോം ചാക്കയെ കണ്ടപ്പോൾ. അന്ന് രാത്രി
സുജിത് നായർ എന്ന് പറഞ്ഞ ഈ അംഗം അട്ടഹാസത്തിൻ്റെ സംവിധായകൻ വീണ്ടും എന്നെ വിളിച്ചു. ചേട്ടാ, നിങ്ങളോട് കുറച്ച് സമയം നേരിട്ട് സംസാരിക്കണമെന്ന് ഷൈൻ എന്നോട് പറഞ്ഞു. ചേട്ടനോട് വീഡിയോ കോൾ സംസാരിച്ചത് ഷൈൻ്റെ അച്ഛന് കാണിച്ചു കൊടുത്തു. അദ്ദേഹം പറഞ്ഞത് മുഖം നോക്കാതെ കാര്യങ്ങൾ പറയുന്ന ആൾ ആണ് ചേട്ടനെന്നാണ്. ഒരു പാട്ടും ചില്ലറ വർക്കുകളുമായി ഷൈൻ ടോം വരുമ്പോൾ നേരി കാണാം എന്ന് പറഞ്ഞ് ഞാൻ സുജിത്തുമായിട്ടുള്ള സംസാരം അവസാനിപ്പിച്ചു. ഇന്ന് രാവിലെ വീണ്ടും എന്നെ സുജിത്ത് വിളിച്ചു. ചേട്ടാ, നമ്മുടെ ഷൈൻ ടോം ചാക്കോയും കുടുംബവും സഞ്ചരിച്ച കാറ് സേലത്തിനടുത്ത് വച്ച് റോങ് സൈഡിൽ കയറി വന്ന ഒരു പാണ്ടി ലോറി ഇടിച്ച് തകർന്ന് ഷൈൻ ടോമിൻ്റെ അച്ഛൻ അപ്പം തന്നെ മരിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, ഷൈനോ? പരിക്കുകളോടെ രക്ഷപ്പെട്ടു, കയ്യിൽ ഒടിവുണ്ട്. വെളുപ്പിന് ഇവരെവിടെ പോയതാണെന്ന് ഞാൻ ചോദിച്ചു. കാരണം ഈ സിനിമാക്കാരെല്ലാം രാത്രി യാത്ര ചെയ്യുന്നവരാണ്. മോനിഷയുടെ അപകടം വന്ന കാലത്ത് ഞാൻ എൻ്റെ സീരിയലിൽ അഭിനയിക്കുന്ന എല്ലാവരോടും പറയുമായിരുന്നു, രാത്രി ദേവി ഇത് യാത്ര ചെയ്യരുത്, നിങ്ങളൊന്നിൽ വൈകുന്നേരം പോ, ഇല്ല എങ്കിൽ നിങ്ങൾ നേരം വെളുത്തിട്ടേ പോകാവൂ എന്ന് പറയുമായിരുന്നു. കാരണം എൻ്റെ വലയം എന്ന് പറഞ്ഞ സീരിയൽ നടക്കുന്നിടത്തുനിന്ന് ഇതുപോലൊരു രാത്രി യാത്ര പോയി പ്രിയങ്ക എന്ന് പറഞ്ഞ നടി ആലപ്പുഴയിലോ എറണാകുളത്തോ എവിടെ ചെന്ന് എവിടെ കാറിൽ ഇടിച്ച് കയറി ഒരു ആക്സിഡൻറ്റിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അപ്പം ഞാൻ ചോദിച്ചു, വെളുപ്പിന് ഇവരെവിടെ പോയതാ എന്ന് ചോദിച്ചു. ഷൈൻ്റെ ചികിത്സയ്ക്കായി ബാംഗ്ലൂർ പോയതാണ്. അയാൾ ലഹരിയിൽ നിന്ന് മുക്തമാകാനുള്ള ഒരു ചികിത്സയിലായിരുന്നു. അത് ഇവിടെ പോലീസിൻ്റെ അന്വേഷണവും മൊഴി കൊടുക്കലും ഒക്കെ ആയിട്ടൊന്ന് മുടങ്ങി. അത് തീർക്കാനായിട്ട് പോയതാണ്. ഷൈൻ ലഹരിയോട് വിട പറഞ്ഞ് നല്ല മനുഷ്യനാകാനുള്ള ചികിത്സയിലായിരുന്നു. അച്ഛനും അമ്മയും സഹോദരനും ഒപ്പം ഒരു കുഞ്ഞിനെ കൊണ്ടുപോകുന്ന പോലെയാണ് ആശുപത്രിയിലേക്ക് പോയത്. ഒരു സുഹൃത്തായിരുന്നു ഡ്രൈവിങ്. ഫ്രണ്ട് സീറ്റിൽ ഡ്രൈവിങ്ങിൻ്റെ ഇടതുവശത്തുള്ള സീറ്റിൽ സഹോദരൻ കയറി, തൊട്ട് പുറകിലെ സീറ്റിൽ അച്ഛനും അമ്മയും ഇരുന്നു. പുറകിലത്തെ സീറ്റിൽ കിടന്ന് ഷൈൻ ഉറങ്ങിയാണ് യാത്ര ചെയ്തത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സൈഡിൽ വന്ന ഒരു ഉറങ്ങിപ്പോയ ലോറി, ശരിക്കും പാരം കയറ്റി വന്ന ഒരു ലോറി സൈഡ് തെറ്റി വന്ന് ശക്തിയായിട്ട് കാറിലിടിച്ചു. ഷൈൻ്റെ അച്ഛൻ ഇടിയുടെ ആഘാതത്തിൽ തെറിച്ച് കാറിൻ്റെ മുന്നിലേക്ക് തെറിച്ച് വീണു. അപ്പോൾ എത്ര ഊക്കിൽ വന്ന് ഇടിച്ചു നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഷൈന് കയ്യിൽ പൊട്ടലുണ്ട്, കാറ് നിശേഷം തകർന്നു. ഇവിടെയൊക്കെയാണ് നമ്മൾ ഈ ദൈവം എന്ന് പറയുന്ന മനുഷ്യനെ വെറുത്തു പോകുന്നത്. മനുഷ്യ സഹജമായ തെറ്റുകൾ വന്നത് മനസ്സിലാക്കി അതൊക്കെ തിരുത്തി ജീവിതത്തിലേക്കും സിനിമയിലേക്കും കടന്നു വരാൻ ശ്രമിക്കുന്ന ഒരു മനുഷ്യനെ പിന്നെയും പിന്നെയും വേദനിപ്പിച്ച് രസിക്കുന്ന ക്രൂരനായിപ്പോയി ദൈവം എന്ന് ഞാൻ പറയും. ഇതൊക്കെ നേരിട്ട് അനുഭവിച്ചാലേ അതിൻ്റെ വേദനയും നൊമ്പരവും ഈ ദൈവത്തിന് മനസ്സിലാവൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ചലനമറ്റ മരിച്ചുപോയ അച്ഛനെയും ഷൈനെയും അമ്മയും ഒക്കെ എറണാകുളത്തേക്ക് കൊണ്ടുവരുമ്പോഴാണ് നമ്മളിത് ചിത്രീകരിക്കുന്നത്. ഷൈൻ്റെ അനുജൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടെന്ന് തോന്നുന്നു. കാരണം എയർ ബാഗ് ഉണ്ടായിരുന്നുകൊണ്ട് അയാൾ രക്ഷപ്പെട്ടു എന്ന് തോന്നുന്നു. എന്തായാലും എത്രയും വേഗം ഷൈൻ ടോം ചാക്കോ ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മളെ പ്രോഗ്രാം കാണുന്ന ഓരോരുത്തരും അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അടുത്ത് രസകരമായ ഒരു കഥ പറയാം. ഈ വേദനിക്കുന്ന കോടീശ്വരന്മാരെ കണ്ടിട്ടുണ്ടോ നിങ്ങളെന്ന് ഞാൻ ചോദിക്കും. വേദനിക്കുന്ന കോടീശ്വരന്മാരെ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ നടൻ സൗബിൻ ഷാഹിറിനെയോ അയാളുടെ ബാപ്പ ബാബു ഷാഹിറിനെയോ മാനേജർ ഷോൺ ആൻ്റണിയെയോ നോക്കിയാൽ മതി. വേദനിക്കുന്ന കോടീശ്വരാണ് ഇവർ 3 പേരും. 280 കോടി രൂപ കിട്ടിയിട്ട് വേദനിക്കുന്ന കോടീശ്വരന്മാരാണ്. ബാബു ഷാഹിർ ഫാസിലിൻ്റെ മാനേജരും എക്സിക്യൂട്ടീവും പിന്നെ നിർമ്മാതാവും ഒക്കെ ഒരു മാന്യനായ ഒരു പാവത്താനായിരുന്നു ബാബു ഷാഹിർ. എനിക്ക് നല്ല പരിചയമുള്ള ആളാണ്. സൗബിൻ സംവിധാന സഹായിയായിട്ട് തുടങ്ങി പിന്നെ നടനും നിർമ്മാതാവും സംവിധായകനും ഒക്കെ ആയ മകനാണ് ബാബു ഷാഹിറിൻ്റെ. ജീവിതയാത്രയിൽ എവിടെയോ വെച്ച് മഞ്ഞുമൽ ബോയ്സ് എടുക്കാനിറങ്ങി. വലിയ തുക മുടക്കേണ്ട സിനിമ. അരൂരുകാരനായ സിറാജ് വലിയ തുറയിൽ നിന്നും 7 കോടി രൂപ കൈപ്പറ്റി. പടം തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ കിട്ടുന്ന ലാഭത്തിൻ്റെ 40% നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞാണ് 7 കോടി രൂപ വാങ്ങിയത്. ഷൈൻ്റെ നിർമ്മാണ കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് 6 കോടി രൂപ രേഖാമൂലം തന്നെ ഈ പറയുന്ന സിറാജ് അയച്ചു കൊടുത്തു. 6 കോടി. എന്നിട്ട് ഇയാളുടെ കൂടെയുള്ള പാർട്ണറുണ്ടല്ലോ ഈ ഷോൺ ആൻ്റണി, അയാളുടെ അക്കൗണ്ടിലേക്ക് 50 ലക്ഷം രൂപ അയച്ചു കൊടുത്തു. 51 ലക്ഷം രൂപ പലപ്പോഴായിട്ട് ക്യാഷായിട്ട് നൽകി. മുടക്കിയ 7 കോടിയും ലാഭവിഹിതമായ 40 കോടിയും തരാതെ പറ്റിച്ചു എന്ന വിശ്വാസവഞ്ചന കേസ് തള്ളിക്കളയണം എന്ന് പറഞ്ഞിട്ട്, അയാൾ സിറാജ് കൊടുത്ത കേസ് തള്ളിക്കളയണം എന്ന് പറഞ്ഞിട്ട് സൗബിനും ബാപ്പയും മാനേജരും കൂടി ഹൈക്കോടതിയിൽ പോയി. കോടതി രേഖകളെല്ലാം പരിശോധിച്ചിട്ട്
മനോഹരമായി അങ്ങ് തള്ളി. 14 ദിവസത്തിനകം മരട് പോലീസ് സ്റ്റേഷനിൽ 3 എണ്ണവും ഹാജരാകണം എന്ന് ഉത്തരവിട്ടു. 280 കോടിയോളം മഞ്ഞുമൽ ബോയ്സ് ഉണ്ടാക്കി കൊടുത്തതിനാൽ ചിലപ്പോൾ സൗബിൻ സുപ്രീം കോടതി പോവും. ഒരു സിറ്റിങ്ങിന് വരുന്ന 1 കോടി രൂപ കൊടുത്താലും കുഴപ്പമില്ല, എന്നാലും എനിക്ക് ആപത്തിൽ സഹായിച്ച സിറാജിന് പൈസ കൊടുക്കൂല എന്ന് പറഞ്ഞ് ചിലപ്പോൾ സുപ്രീം കോടതി പോകാമായിരിക്കാം. ഞാൻ പറയുന്നു അവിടെയും തള്ളും, കാരണം ദൈവം വലിയവനാണെന്നാണല്ലോ പറയാറ്. എന്നാലും എനിക്ക് തോന്നുന്നില്ല രക്ഷപ്പെടുന്ന ലക്ഷണം കാണുന്നില്ല. കാരണം എല്ലാം രേഖാമൂലമാണല്ലോ കൊടുത്തിരിക്കുന്നത്. സിറാജ് ബുദ്ധിമാനാണ്, അക്കൗണ്ട് വഴിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബ്ലാക്ക് മണി എന്ന് പറയാനും പറ്റില്ല. കോടതിയിലും പോലീസിലും ഒന്നും പോകാതെ പൈസ വാങ്ങിച്ചെടുക്കാൻ ഈ പരാതിക്കാരന് അറിയാം. അതിനുള്ള ആൾബലം ഈ സിറാജിന് ഉണ്ട് എന്നാണ് എന്നോട് ഒരാൾ പറഞ്ഞത്. പക്ഷേ രേഖകളെല്ലാം കൃത്യമായതിനാലാകണം സിറാജ് നേരെ കോടതിയിലേക്കാണ് പോയത്. അപ്പോൾ ഈ പടം 10, 20, 25 കോടിയൊക്കെ മുടക്കി എടുത്തതാണല്ലോ. അപ്പോൾ അതിന് പിന്നെയും പൈസ ചിലവായി വന്നു. ഇവരിൽ 10 പൈസ ഇല്ല, ഈ ജാറ മാത്രമേ ഉള്ളൂ നിർമ്മാതാവെന്നുള്ള, മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൻ്റെ ബാക്കി പൈസ മുടക്കിയിരിക്കുന്നത് ഗോകുലമായിരുന്നു. അപ്പോൾ ഗോകുലം ഗോപാലിന് വാങ്ങിയ പൈസയും ലാഭവും ഒക്കെ കൊടുക്കാൻ ഒരു മടിയും ഉണ്ടായില്ല. കാരണം അല്ലെങ്കിൽ വേഷം ഇരിക്കുമെന്ന് അവർക്കറിയാം. എങ്കിൽ എനിക്ക് ചോദിക്കാനുള്ളത്, പടത്തിന് തുടക്കമിടാൻ സഹായിച്ച സിറാജിനും കൊടുക്കേണ്ടതല്ലേ എന്നാണ്. ന്യായമായും അതല്ല, അങ്ങനെയല്ലേ ചെയ്യേണ്ട സൗബിനെ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ പുണ്യമാസത്തിൽ, ഇപ്പോൾ ബക്രീഡാണല്ലോ, ഈ പുണ്യമാസത്തിൽ തന്നെ കോടതി അന്യായം കാണിച്ചതിന് പോലീസിന് മുന്നിൽ ചെല്ലാനല്ലേ സൗബിനോടും വാപ്പയോടും ഈ വയസ്സുകാലത്ത് എന്തിന് ഈ ബാബുവിനെ ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റുന്നു എന്നാണ് എനിക്ക് സൗബിനോട് ചോദിക്കാനുള്ളത്. സാമ്പത്തിക തട്ടിപ്പല്ലേ? അങ്ങനെയാണല്ലോ കേസ്. ക്രിമിനൽ ഗൂഢാലോചന, സാമ്പത്തിക വിശ്വാസവഞ്ചന, വ്യാജ രേഖ ചമയ്ക്കൽ തുടങ്ങി ജാമ്യം കിട്ടാത്ത വകുപ്പുകളിട്ടാണ് സൗബിനെയും സൗബിൻ്റെ ബാപ്പയും കൂട്ടാളിയും ഒക്കെ കേസിൽ ചേർത്തിരിക്കുന്നത്. 280 കോടിയല്ല, 2000 കോടി കിട്ടിയാലും ഞങ്ങളെ വിശ്വസിച്ച് പണം തന്നവനെ പറ്റിച്ച കേസിൽ ശിക്ഷിച്ചാൽ ഞാനും ബാപ്പയും മാനേരും കൂടി ജയിലിൽ കിടക്കും എന്നാണോ സൗബിൻ ചിന്തിക്കുന്നതെന്ന് എനിക്കറിയില്ല. വേണമെങ്കിൽ ഒരു കൊച്ചു കഥ വേഗം പറഞ്ഞുതരാം. ഒരു ദിവസം എന്നെ കൊല്ലം തുളസി വിളിക്കുന്നു. ദിനേശ് എവിടെയുണ്ട്? ഞാൻ വീട്ടിലുണ്ട്. ദിനേശ് ഇപ്പോൾ ശാന്തിവിളയല്ലേ താമസിക്കുന്നത്? ഞാൻ അല്ല. ദിനേശേ, ശാന്തിവിളയിലെ ദിനേശിൻ്റെ വീടിൻ്റെ വലതുവശത്ത് ഒരു മിൽമയിൽ ജോലിയുള്ള ഒരാളിൻ്റെ വീടാണ്. ഞാൻ അതെ. ദിനേശിൻ്റെ ബന്ധുവാണോ? ഞാൻ അതെ. അയാൾക്ക് 2 പെൺമക്കളാണോ? ഞാൻ അതെ. ഈ 2ാമത്തെ പെൺകുട്ടിയെ കല്യാണം കഴിച്ചത് വലിയശാല എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളൊരു പയ്യനാണോ? ഞാൻ അതെ. അവൻ എന്ത് ജോലി? ഞാൻ എനിക്കറിയില്ല, ഞാൻ ആ പയ്യനെ പരിചയപ്പെട്ടിട്ടില്ല. അവൻ രാഷ്ട്രീയക്കാരനാണ് കേട്ടോ. അവൻ BJPക്കായിരുന്നു. അപ്പോൾ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ എന്തെങ്കിലും തല്ലോ വല്ലോ ഒക്കെ നടക്കുകയാണെങ്കിൽ ക്യാമറയുടെ ഫ്രണ്ടിൽ വരാൻ വേണ്ടി ചെന്ന് അടി വാങ്ങിക്കും പോലീസിൻ്റെ നിന്ന്. എവിടെയോ ഘട്ടത്തിൽ വെച്ച് BJPന്ന് മാറി ഇപ്പോൾ കോൺഗ്രസ്സിലാണ്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ചേട്ടൻ, എന്ത് വിളിച്ചേ? ഞാൻ വിളിച്ചത് ദിനേശേ, ഇവൻ എൻ്റെ നിന്ന് ഒരു 5 ലക്ഷം രൂപ പലിശയ്ക്ക് വാങ്ങിച്ച്. പലിശ മുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞിടേ ആ പൈസ ഇങ്ങ് തിരിച്ചു തരണമെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു അടിച്ചു വാങ്ങിച്ചോളാം, എൻ്റെ പൈസയൊന്നുമില്ല, തനിക്ക് ഇഷ്ടമുള്ള ചെയ്ത് വാങ്ങിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കേസ് കൊടുത്തു ദിനേശേ. ഞങ്ങട്ട് എന്നിട്ട് കേസിൽ അവനെ ശിക്ഷിച്ചു. എന്നിട്ട് ഞാൻ അവൻ്റെ പറഞ്ഞു, ഇടയിൽ നിന്നെ ജയിലിൽ കയറ്റുന്നതിലൊന്നും എനിക്ക് താല്പര്യമില്ല, നീ 5 ലക്ഷം തരണ്ട, എനിക്കൊരു 3 ലക്ഷം രൂപ. അവൻ പറഞ്ഞു ഞാൻ തരില്ല എന്ന് പറഞ്ഞു. എനിക്കിവിടെ നിൽക്കുന്നതും ജയിലിൽ കിടക്കുന്ന ഒരുപോലെ എന്നു പറഞ്ഞാൽ അവൻ ജയിലിൽ പോയി. അപ്പോൾ തുളസി ചേട്ടൻ എന്നെ വിളിച്ചത്, കൊല്ലം തുളസി എന്നെ വിളിച്ചത്, ദിനേശേ നിൻ്റെ ബന്ധു എന്നല്ലേ പറഞ്ഞ ആ പെൺകുട്ടി, അവളൊരു സ്കൂൾ ടീച്ചർ എന്തോ ആണോ? ഞാൻ എനിക്കറിയില്ല. അവളോട് പറഞ്ഞിട്ടെ എനിക്ക് ആ 3 ലക്ഷം രൂപ വാങ്ങിച്ചതാണ് ദിനേശേ. എനിക്ക് കേസും വഴക്ക് ഇവനകത്തിരുന്നതിലൊന്നും ഒരു താല്പര്യമില്ല. ഞാൻ പറഞ്ഞു ഞാൻ ആ കുട്ടിയുമായിട്ടൊന്നും നല്ല ബന്ധമല്ല, നിങ്ങൾ വേറെ ആരെങ്കിലും കൊണ്ട് ഒന്ന് സംസാരിപ്പിക്കുന്നു. അവസാനം എനിക്ക് തോന്നുന്നു തുളസി ചേട്ടൻ തന്നെ നേരിട്ട് പോയി സംസാരിച്ചു എന്നാണ്. അപ്പോൾ ആ ഭാര്യയായ എൻ്റെ ബന്ധുവായ പെൺകുട്ടി പറഞ്ഞത്, ഇപ്പോൾ വീട്ടിൽ കിടന്നിട്ടും ഇയാൾ ഒരു കാര്യമില്ല, കാരണം അവന് ഞാനാണ് ചിലവിന് കൊടുക്കണേ, പുറത്ത് കിടന്നിട്ടും ഒരു കാര്യമില്ല, അതുകൊണ്ട് ആ ജയിലിൽ കിടക്കട്ടെ, 3 മാസം കഴിയുമ്പോൾ ഇറങ്ങി വന്നാൽ 5 ലക്ഷം ഞങ്ങൾക്ക് ലാഭമായില്ലേ എന്ന് പറഞ്ഞു. അവൻ 3 മാസം കിടന്നിട്ട് പൊടിയും തട്ടി ഇറങ്ങിപ്പോയി. ഇനിയിപ്പോൾ സൗബിൻ സാഹിറും അങ്ങനെയാണോ വിചാരിക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ പറയുന്ന 7 കോടി കൊടുക്കാതിരിക്കാൻ, വാങ്ങിയ പൈസ കൊടുക്കാതിരിക്കാൻ, ബാപ്പാ നമുക്ക് 2 പേർക്കും നമ്മളെ മാനേജർക്കും കൂടെ കുറച്ച് ദിവസം ജയിലിൽ കിടക്കാമെന്ന് പറയുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഒരു സിനിമാക്കാരനെയും വിശ്വസിച്ച് പണം നൽകരുത് എന്നുള്ളൊരു പാഠമാണ് മഞ്ഞുമൽ ബോയ്സിന് പൈസ കൊടുത്ത സിറാജ് മനസ്സിലാക്കേണ്ടത്. അവൻ പറ്റിക്കും എന്ന ഒരു ധാരണ ഉണ്ടാക്കാൻ സൗബിനായി. മെഗാ ഹിറ്റായിട്ടും വിശ്വസിച്ച് തന്നവനെ പറ്റിക്കുന്നത് പൊറുക്കാവുന്നതല്ല, വേദനിക്കുന്ന കോടീശ്വര എന്നാണ് എനിക്ക് സൗബിനോട് പറയാനുള്ളത്.
അത്രേ പറയുന്നുള്ളൂ. ഒരു കഥ, കൊച്ചു കഥ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. എം ടി വാസുദേവൻ നായരുടെ, വാസു സാറിൻ്റെ തിരക്കഥയിൽ സുഹൃതം ചെയ്യുകയാണ് ഞങ്ങൾ. അപ്പോൾ അതിൽ നായകനായ മമ്മൂട്ടിയുടെ ക്യാരക്ടറിൻ്റെ പേര് രവിശങ്കറാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. രവിശങ്കറിൻ്റെ ഇളയമ്മയുടെ വേഷമാണ് കവിയൂർ പൊന്നമ്മാമ്മ ചെയ്യുന്നത്. അവരുടെ ഭർത്താവായിട്ട് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടനും. അപ്പോൾ ഞാൻ സീൻ വായിച്ചു കൊടുക്കാനായിട്ട് പൊന്നമ്മ ചേച്ചിയുടെ അടുത്ത് പോയിരുന്ന് സീൻ വായിച്ചു കൊടുക്കുമ്പോൾ പൊന്നമ്മ ചേച്ചി പറയും, വാസുവേട്ടൻ്റെ തിരക്കഥ ആയതുകൊണ്ട് മാത്രമാണ് ചക്കരെ ഞാൻ ഈ വേഷം ചെയ്യുന്നത്. എനിക്കൊട്ടും ഇഷ്ടമായില്ല ഈ റോള്. കാരണം ആ പടം കണ്ടിട്ടുള്ളവർക്കറിയാം, അല്പം നെഗറ്റീവ് ടച്ചുള്ള വേഷമാണ്. സൂറത്തിലെ ആ ചെറിയമ്മ, ക്യാൻസർ ബാധിതനായ ചേച്ചിയുടെ മകൻ രവിശങ്കർ മരിച്ചാൽ ആ സ്വത്ത് കൂടി തൻ്റെ മക്കൾക്ക് ലഭിക്കും എന്ന് ആഗ്രഹിക്കുന്ന വേഷമാണ്. രവിശങ്കറിന് രോഗം ഭേദമായി എന്ന് അറിയുമ്പോൾ ദേഷ്യത്തിൽ പെരുമാറുന്ന ചെറിയമ്മ. ജീവിതത്തിൽ ഇത്ര കാര്യങ്ങളില്ലേ ചേച്ചി എന്ന് ഞാൻ ചോദിച്ചു. പിന്നെ ഉണ്ട്, അതിനെന്താ, അല്ല ഇത് സിനിമയല്ലേ, ജീവിതത്തിൽ ഇത്ര കാര്യം ഒരുപാടുണ്ട് ചേച്ചി. അത് പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റില്ല ചക്കരെ, ഇങ്ങനെയൊന്നും ഞാൻ അഭിനയിച്ചിട്ടില്ല, അതാണ് പ്രശ്നം എന്നാണ് ചേച്ചി പറഞ്ഞത്. ഷൂട്ടിംഗ് തീരും വരെ പൊന്നമ്മാമ്മ മൂഡ് ഓഫ് ആയിരുന്നു സൂറത്തിൻ്റെ സെറ്റിൽ. കാരണം മമ്മൂട്ടിയുടെ ചെറിയമ്മയായിട്ട് അഭിനയിക്കുന്നതിൽ അല്പം ഒരു നെഗറ്റീവ് ടച്ച് ഉണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അവർ പോസിറ്റീവ് ക്യാരക്ടർ മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഞാൻ വർക്ക് ചെയ്ത ബാലു കിരീത്തിൻ്റെ വെണ്ടർ ഡാനിയൽ സ്റ്റേറ്റ് ലൈസൻസിൻ്റെ ഷൂട്ടിംഗ് നടക്കുകയാണ്. ഒരു ഷോട്ട് കഴിഞ്ഞു, ഒരു ദിവസം ആദ്യത്തെ ഷോട്ട് എടുത്തു. എന്തോ പാതകം ചെയ്തതുപോലെ പൊന്നമ്മ ചേച്ചി അസ്വസ്ഥയായി. എന്നോട് രഹസ്യമായിട്ട് പറഞ്ഞു, ചക്കരെ ഒരു 5 മിനിറ്റ് ഞാനിപ്പോൾ വരാം. ഞാൻ സമ്മതിച്ചു. ചേച്ചി പോയിട്ട് വാ, ലൈറ്റൊക്കെ മാറണമല്ലോ, പോയിട്ട് വാന്ന് പറഞ്ഞു. തിരിച്ചു വന്നപ്പോൾ നല്ല സന്തോഷവതിയായാണ് അവർ മടങ്ങി വന്നത്. ടോയ്ലറ്റിൽ പോയതായിരിക്കും, ചിലപ്പോൾ മരുന്ന് കഴിക്കാൻ പോയതായിരിക്കാം, എന്തായാലും അവർ വളരെ സന്തോഷത്തോടെ വന്നു എന്ന് എനിക്ക് തോന്നി. ഷോട്ടുകളുടെ ഇടവേളയിൽ എന്നെ കണ്ടുപിടിച്ച സന്തോഷത്തിൽ അവർ സ്വയം നിന്ന് ചിരിക്കും. എന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല, എന്നെ നോക്കി ചിരിക്കും ഓരോ ഷോട്ട് കഴിയുമ്പോഴും. കാര്യം തിരക്കിയപ്പോഴാണ് പറയുന്നത്, ആദ്യ ഷോട്ടിൽ ഇപ്പോഴത്തെ കാലത്തുള്ള മോഡേൺ ബ്രേസിയറായിരുന്നു ചേച്ചി ഇട്ടിരുന്നത്. ക്യാമറയ്ക്ക് മുന്നിൽ അവർ ഒരിക്കലും അത്തരം അടിവസ്ത്രം ഉപയോഗിക്കില്ല. അവരെപ്പോഴും പഴയ കാലത്തെ കെട്ടുബോഡി എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ തയ്യക്കടക്കാരൻ തയ്ക്കുന്ന തരത്തിലുള്ള ബ്രേസിയറല്ലേ സിനിമകളിലെല്ലാം ഇടും. കാരണം അമ്മയും മുത്തശ്ശിയൊക്കെ അല്ലേ. അത് മാറാൻ എങ്ങനെയോ രാവിലെ മറന്നുപോയി. കാരണം വീട്ടിൽ നിന്ന് ഹോട്ടലിൽ നിന്ന് ഇട്ടോണ്ട് വന്ന് ഇതിട്ട് തന്നെ കയറി അഭിനയിച്ചു കളഞ്ഞു. ഒരു ഷോട്ട് കഴിഞ്ഞപ്പോൾ ചേച്ചിയുടെ ഹെയർ ഡ്രസ്സറോ ആരോ പറഞ്ഞു കൊടുത്തു, ചേച്ചി മറ്റേ ഇതാണ് ഇട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു കൊടുത്തു എന്ന് തോന്നുന്നു. അവരുടെ ബാക്ക് ഷോട്ട് ആയതിനാൽ ആദ്യത്തെ ഷോട്ട് എടുത്തത് അറിയില്ല. അപ്പോൾ റീടേക്ക് ചെയ്യാൻ പറയാനുള്ള ധൈര്യവുമില്ല ചേച്ചിക്ക്. ഒന്ന് റീടേക്ക് ചെയ്യണമെന്ന് പറയുമ്പോൾ എന്തിനെന്ന് കേൾക്കുമ്പോൾ ആ ക്രൂ മുഴുവൻ അറിയും ചേച്ചിയുടെ ഒരു അടിവസ്ത്രം മാറിയതിൻ്റെ ഒരു പ്രശ്നമാണെന്ന്. അപ്പോൾ എല്ലാവരും ചിരിക്കുമെന്ന് ചേച്ചിക്കൊരു സംശയം. പിന്നെ രണ്ടാമത്തെ കാര്യം, അന്ന് നല്ല ബന്ധമല്ലാത്ത എന്നാൽ ഈ വെണ്ടർ ഡാനിയല്ല അവരുടെ ഭർത്താവായിട്ട് അഭിനയിക്കുന്ന തിലകൻ ചേട്ടനാണ് കൂടെ ഉള്ളത്. എനിക്കും എൻ്റെ പ്രേക്ഷകർക്കും ഇതൊക്കെ ശ്രദ്ധിക്കണം ചക്കര എന്നായിരുന്നു പൊന്നമ്മ ചേച്ചിയുടെ മറുപടി. ശരിയായിരിക്കാം. കാരണം തന്നേക്കാൾ പ്രായം കൂടുതലുള്ള സത്യമാഷിൻ്റെയും നസീർ സാറിൻ്റെയും മധു സാറിൻ്റെയും ഒക്കെ അമ്മയായി 10-40 വർഷം അഭിനയിച്ച അഭിനേത്രിയല്ലേ. പിന്നെ വന്നവരുടെയും ഒക്കെ ഇപ്പം ജയനായാലും സുകുമാരനായാലും സോമനായാലും അവിടെ മുതൽ ഇങ്ങനെ പൃഥ്വിരാജ് വരെയുള്ളവരോടൊപ്പം അമ്മയായിട്ടും അമ്മൂമ്മയായിട്ടും ഒക്കെ പ്രേക്ഷക പ്രീതി നേടിയ ആളുമാണ് പൊന്നമ്മ ചേച്ചി. ഒരു മോഡേൺ ഡ്രസ്സും ധരിക്കാതെ വലിയ കുങ്കുമപ്പൊട്ടും വിടർന്ന ചിരിയുമായി സെറ്റ് മുണ്ടെടുത്ത് മലയാളികളുടെ പ്രിയപ്പെട്ട അമ്മയായിരുന്നല്ലോ പൊന്നമ്മ ചേച്ചി. ഇതുപോലൊരു ഇമേജിൻ്റെ ബാധ്യതയിൽ ഇപ്പോൾ പെട്ടിരിക്കുകയാണ് നമ്മുടെ നവ്യ നായർ. നവ്യ എന്ന് പേര് കേട്ടാൽ തന്നെ നന്ദനത്തിലെ പാവം പെണ്ണായ ബാലാമണി നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കും. അതാണ് അവർക്ക് പറ്റിയ ഏറ്റവും വലിയ ചതി എന്ന് ഞാൻ പറയും. പ്രേക്ഷകർ നവ്യ നായർ എന്ന് പറഞ്ഞാൽ അപ്പം പറയും ബാലാമണി. അത്രയും ജനപ്രിയമായ വേഷമായിരുന്നല്ലോ ബാലാമണി നന്ദനത്തിലെ. അവരുടെ സ്വന്തം അനിയത്തി കുട്ടിയായിട്ടായിരിക്കണം ഈ പ്രേക്ഷകരെല്ലാം അവരെ കാണുന്നത്. നവ്യയെ. നവ്യയ്ക്ക് ഈ വരുന്ന ഒക്ടോബർ മാസത്തിൽ 40 വയസ്സ് തികയും. അവർ വിവാഹിതയായി, ഒരു ആൺകുട്ടിയുടെ അമ്മയായി. പക്ഷേ പറഞ്ഞിട്ട് എന്ത് ഫലം? നന്ദനം വന്നിട്ട് 23 വർഷമായി. പക്ഷേ പ്രേക്ഷകർക്കിപ്പോഴും നവ്യ എന്നാൽ പുള്ളിയുള്ള പാവാടയും ജാക്കറ്റും ഒക്കെ ഇട്ട ബാലാമണിയാണ് മനസ്സിൽ. മൂടിപ്പൊതിഞ്ഞ്
അഭിനയിക്കാവുന്ന വേഷങ്ങളിപ്പോൾ മലയാള സിനിമയിൽ കുറവാണല്ലോ. മൂടിപ്പൊതിഞ്ഞ് അഭിനയിക്കുന്ന വേഷമൊന്നും ഇപ്പോൾ ഇല്ല. സ്വകാര്യ ജീവിതത്തിൽ മോഡേൺ വേഷങ്ങൾ ഇടാവുന്ന പ്രായത്തിൽ നവ്യ നായർ അത് ഇട്ടതുമില്ല. സിനിമകളിലും കിട്ടിയില്ല മോഡേൺ വേഷങ്ങൾ. ജലജ, ശോഭ, നമ്മളെ തൂങ്ങി മരിച്ച ശോഭയടക്കം ചിലർക്ക് ഇത്തരം ദൗർഭാഗ്യങ്ങൾ സിനിമയിൽ വന്നിട്ടുണ്ട്. കിട്ടിയ വേഷങ്ങളിൽ എല്ലാം ഇത്തരം വേഷങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അത് നവ്യ നായർക്കും ഉണ്ടായി എന്നതാണ് സത്യം. എന്തായാലും കുറച്ച് കാലമായി നവ്യ ഗ്ലാമർ ഡ്രസ്സുകളിട്ട് ചെറു പരീക്ഷണങ്ങൾ നടത്തുകയാണ്. അവസാനമായവർ ഇപ്പോൾ അവരുടെ ഫേസ്ബുക്കിൽ ഒരു ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തു. ഒരു പെറ്റിക്കോട്ട്, വെള്ള പെറ്റിക്കോട്ട് മാത്രം ഇട്ടിട്ട് കുറച്ച് ഗ്ലാമറസായ ഫോട്ടോകളെടുത്ത് സ്വന്തം സൈറ്റിലിട്ടു. പട്ടിണി കിടന്ന പട്ടി എല്ലും കഷ്ണം കണ്ട പോലെ നവ്യയുടെ ഗ്ലാമർ നന്നായി ആസ്വദിച്ചിട്ട് അതിൻ്റെ താഴെ വന്ന് കുറേ ഉപദേശങ്ങളും കുറേ തെറികളും കുറേ സദാചാര പാലകർ ആനന്ദം കൊള്ളുന്ന കാഴ്ചയും ഒക്കെ എനിക്ക് കാണാനിടയായി. ഞാൻ എന്ത് ഭക്ഷണം കഴിക്കണം, ഞാൻ എന്ത് വസ്ത്രം ധരിക്കണം മുതലായ കാര്യങ്ങളിലും ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യത്തിന് വിടാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതാണ് മര്യാദ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ആഴ്ചത്തെ സിനിമ വാരഫലം നവ്യയുടെ പെറ്റിക്കോട്ടിൽ അവസാനിപ്പിക്കാം എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടിരിക്കും എന്ന് ഞാൻ കരുതുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.